ശ്രീ എൻ ശ്രീകുമാർ, ഇന്നത്തെ നിയമസഭയെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? എല്ലാവരും ഈ നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ മാസത്തിന്റെ തുടക്കം മുതൽ, സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കം മുതൽ PV അൻവർ തുറന്നുവിട്ട ഭൂതമുണ്ട്. അതേ തുടർന്ന് ടർബുലൻസ് എന്നൊക്കെ പറയാവുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു കേരള രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടക്കുന്നു, വലിയ വെടിപൊട്ടിക്കൽ, വാർത്താ സമ്മേളനങ്ങൾ, അങ്ങനെ അടിമുടി കലുഷിതമായ ചൂട് പിടിച്ച തിളനില ഉയർന്ന ഒരവസ്ഥയിലായിരുന്നു കേരള രാഷ്ട്രീയം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സഭാ സമ്മേളനം തുടങ്ങുന്നത്. സഭാ സമ്മേളനത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് വലിയ വെടിക്കെട്ടാണ്, ഒരു സംശയവുമില്ല. പക്ഷെ ഇന്നിപ്പോ അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവരികയും അടിയന്തര പ്രമേയം അനുവദിക്കാമെന്ന് സർക്കാർ പറയുകയും ചെയ്തതിന് ശേഷം പ്രതിപക്ഷത്തിന് ഈ വിഷയം കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? സ്വാഭാവികമായും ഏത് പ്രതിപക്ഷവും ആദ്യത്തെ ദിവസം ഇങ്ങനെയൊക്കെ പ്രതിഷേധിക്കണമെന്ന് തീരുമാനിക്കും. അത് തന്നെയാണ് പ്രീസിഡൻസ്, അല്ലെങ്കിൽ നമ്മുടെ പഴയകാല ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യാം എന്നൊരു സാഹചര്യം വന്നിട്ട് ചർച്ച ചെയ്യാതെ പോയത് എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? നോക്കൂ അഭിലാഷേ, അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ 12 മണി എന്ന സമയം കൊടുത്തിരുന്നല്ലോ. അതിനു മുമ്പ് ഈ വിഷയം വഴിതിരിച്ചു വിടാൻ, അതായത് ഇന്നത്തെ നിയമസഭാ സമ്മേളനം വഴിതിരിച്ചു വിടാനായിട്ട് മുഖ്യമന്ത്രിയുടെയും ചെയറിൻ്റെയും ഭാഗത്തു നിന്നും ഒരു നീക്കമുണ്ടായെന്നില്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം അനാവശ്യമായിട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ പരാമർശങ്ങൾ നടത്തുക, അനാവശ്യമായി എന്ന് ഞാൻ പറയുമ്പോൾ ഈ നിയമസഭയിലേക്ക് ഒന്നാമത്തെ ദിവസം തന്നെ ബഹളത്തിലെത്തിക്കുക, പരമാവധി പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ച ശേഷം ബഹളത്തിൽ മുങ്ങിയതുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കാനുള്ള സമയം കളയുക, അങ്ങനെ പ്രതിപക്ഷത്തിന് അതിനുള്ള അവസരം കൊടുക്കാതിരിക്കുക. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രതിപക്ഷത്തിന് നാളെ പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയം തന്നെ അവതരിപ്പിക്കുമെന്ന് സണ്ണി ജോസഫ് ഇന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പം നാളെ അവർക്ക് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പറ്റും. ഇന്നത്തെ കാര്യത്തിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും സ്പീക്കറും അത് ഏതാണ്ട് ഒരേ നിലയിലാണ് പ്രതിപക്ഷ നേതാവിനെ എതിരിട്ടത്. അതായത് നിലവാരമില്ലാത്തയാൾ എന്നൊരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുകയും നിയമസഭ എന്നുള്ള വേദി ഒരു പൊതുവേദിയല്ല, ശരിയാണ്, നിലവാരമില്ലാത്ത ആൾ എന്ന് പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി വിളിച്ചു. പ്രതിപക്ഷ നേതാവ് അതേ നാണയത്തിൽ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്, പിണറായി വിജയനെ പോലെ ഒരു അഴിമതിക്കാരനാക്കരുതേ എന്നെ എന്ന് ഞാൻ എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സതീശനെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ ഷാർപ്പായ അറ്റാക്കാണ്. അപ്പോൾ സതീശനെ അറ്റാക്ക് ചെയ്തു, സതീശൻ തിരിച്ചും അറ്റാക്ക് ചെയ്തു. അത് അവിടെ കൊണ്ട് കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഈ ഡയസിലേക്ക് കയറാതിരുന്നുവെങ്കിൽ ചർച്ച നടക്കുമായിരുന്നു. അവിടെയാണ് എൻ്റെ പോയിന്റ്. ശരി, വാഗ്വാദമുണ്ടായി, വാക്പോരുണ്ടായി, അതൊക്കെ ഉണ്ടാകാറുണ്ട്, ഇത്തവണ ഉണ്ടായി. അതും കഴിഞ്ഞ് സ്പീക്കറുടെ ഡയസിലേക്ക് കയറുക എന്ന തീരുമാനം തന്ത്രപരമായി പാളിപ്പോയില്ലേ എന്നുള്ളിടത്താണ് പ്രശ്നം. അല്ല, അഭിലാഷത്തിൽ അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്. അതായത് ഈ നിയമസഭയിലെ ദൃശ്യങ്ങൾ നമ്മുടെ പൊതുജനങ്ങളെ ഇപ്പോൾ കാണിക്കുന്നില്ല. അവിടെ നിങ്ങൾക്ക് ചാനലുകൾക്കടക്കം, നിങ്ങൾക്കെന്ന് വെച്ചാൽ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് ചാനലുകൾക്കടക്കം അവിടെ നിയന്ത്രണം കാണിക്കാൻ പറ്റില്ല. സഭാ TV ഒരു ഭാഗം മാത്രം കാണിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴുണ്ടാകുന്നതാണ് അടിസ്ഥാന പ്രശ്നം. പിന്നെ അഭിലാഷ് ചോദിച്ച കാര്യം എന്താ വെച്ചാൽ, മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അതായത് നിലവാരമില്ല, നമ്മൾ ഒരു സഭയിൽ നിലവാരത്തോടുകൂടി പെരുമാറണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ പറയുന്നത്, നിലവാരമില്ലാത്ത തലത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് പോയി എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്, നമുക്കൊക്കെ നിലവാരം വേണം. എന്നിട്ട് അദ്ദേഹം അടുത്ത വരിയിൽ അദ്ദേഹം ഉപയോഗിച്ച പദം നിലവാരമില്ലാത്ത രീതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് പോയി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ മുഖ്യമന്ത്രി പറയാൻ എന്ത് പരസ്പര ബഹുമാനമുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രതിപക്ഷത്തെ ട്രാപ്പിലാക്കുക എന്നൊരു സ്ട്രാറ്റജിയാണ് ഇന്ന് വർക്കായതെങ്കിൽ പ്രതിപക്ഷം പോയി അതിൽ കടിച്ചില്ലേ? ഇപ്പൊ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു, ഓക്കെ, അതുവരെ ഓക്കെയാണ്. നടുത്തളത്തിലും മുകളിലേക്ക് കയറിയാൽ, നടുത്തളത്തിൽ നിന്ന് ഡയസിലേക്ക് കയറിയാൽ, വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളും ഉണ്ടായാൽ സഭ അഡ്ജൻ ചെയ്യും എന്നുള്ളത് ഒരു കോമൺ സെൻസ് അല്ലേ? അപ്പോൾ സഭ അഡ്ജൻ ചെയ്യുമെന്ന് അറിയാതെയാണോ മാത്യു കുഴൽനാടൻ കൂട്ടരും ഡയസിലേക്ക് കയറിയത്? അല്ല. അപ്പോൾ അവരത് അബദ്ധം പറ്റിയതാണെങ്കിൽ അവരെ അബദ്ധത്തിൽ ചാടിക്കാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. അല്ലല്ല അഭിലാഷ്, അങ്ങനെയല്ലല്ലോ. അതാ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, നിയമസഭ എന്ന് പറയുന്നത് ഒരു പൊതുവേദി അല്ലല്ലോ, അത് സാമാജികർക്ക് മാത്രമുള്ള വേദിയാണ്. ഇന്ന് അവിടെയുള്ള പ്രകോപനപരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷം രാവിലെ ചോദ്യോത്തര വരെ ബഹിഷ്കരിച്ചു, എന്നിട്ട് അവർ വാക്കൗട്ട് നടത്തി. അവർ തിരിച്ചു വരുന്നതിന് മുമ്പാണ് ഈ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ വീണ്ടും അതിനെതിരെ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധിക്കുന്നതിനിടയിൽ സ്പീക്കർ എന്താ ചെയ്തത്, ഒരുപാട് കാര്യങ്ങൾ പാസ്സാക്കി, ഒരുപാട് ബില്ല് അവതരിപ്പിക്കാനുള്ള അനുമതി കൊടുത്തു. ആ സമ്മേളനം അങ്ങോട്ട് പിരിച്ചുവിട്ടു. നേരെ മറിച്ച് 12 മണി എന്നുള്ള സമയത്തിൽ അവർ സ്പീക്കർ ചെയ്യേണ്ടത് എന്തായിരുന്നു, ആ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതിക്കുള്ള സമയമാണെന്ന് പറയണം.
അല്ല അത് അങ്ങനെ പറഞ്ഞിരുന്നു പറയുമ്പോൾ സ്പീക്കർ 12 മണി എന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ സഭ പറയുന്നത് ശരിയാണ്. തുടർന്ന് പോകണമെങ്കിൽ സഭ ഓർഡറിലാവണമല്ലോ, സഭയിൽ ഡെക്കോറം വേണ്ടേ? അതില്ലാത്തത് കൊണ്ട് സ്പീക്കർക്ക് സ്വാഭാവികമായും സഭ അഡ്ജേൺ ചെയ്യാം. അപ്പോ എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷവും ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണ്.